ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനാഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ന്യായാധിപന്മാർ 1-ാം അധ്യായം 2-ാം വാക്യം. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. യോശുവയുടെ മരണത്തിനു ശേഷം രാജവാഴ്ചയുടെ ആരംഭം വരെ ന്യായാധിപന്മാരായിരുന്നു ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തിരുന്നത്. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേല്യർ കനാനിൽ പ്രവേശിച്ച് താമസം ആരംഭിക്കുകയും ദേശം പൂർണ്ണമായും നിലനിർത്തുകയും ചെയ്യുവാൻ അവർക്ക് സാധിച്ചിരുന്നു. എങ്കിലും കനാൻ നാടിൻ്റെ സമതല പ്രദേശങ്ങളും താഴ്വാരങ്ങളും കനാന്യർ തിരികെ പിടിച്ചെടുത്തിരുന്നു. അതിനാൽ കനാന്യരുമായുള്ള യുദ്ധം തുടരേണ്ടതും ഇസ്രായേൽ ജനത്തിൻ്റെ ആവശ്യം ആയിരുന്നു. ഇതിൽ ആശങ്കാകുലരായ ജനങ്ങൾ തുടർന്ന് എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ദൈവഹിതം ആരായുന്ന ജനത. ജീവിതത്തിൽ അതിപ്രധാനമായൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ജനത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് അവർ യഹോവയോട് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് യഹോവ പറയുന്നതാണ് നമ്മൾ കുറുവാക്യമായി വായിച്ച ഭാഗത്ത് കാണുന്നത്. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ ലഭിച്ച അവസരത്തിൽ ആൾബലവും ശക്തിയുമുള്ള യഹൂദ ഗോത്രം യുദ്ധത്തിനായി ഇവിടെ ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. കൂട്ടത്തിൽ കായിക ശക്തിയിൽ ബലഹീനരായ ശിമയോൻ ഗോത്രത്തെയും യഹൂദ സഹായത്തിനായി തങ്ങളോടൊപ്പം കൂട്ടുകയാണ് ചെയ്യുന്നത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉത്തമ സാഹോദര്യത്തിൻ്റെ ലക്ഷണമാണ് ഇത്. എല്ലാം എനിക്ക് മാത്രം, ഞാനാണ് മുൻഗണനയ്ക്ക് അർഹൻ, ഞാനാണ് പ്രാപ്തൻ എന്ന നമ്മുടെ ചിന്ത അഹംഭാവത്തെയും നിഗള മനോഭാവത്തെയുമാണ് കാണിക്കുന്നത്. ഇവിടെ തങ്ങളെക്കാൾ പ്രാപ്തി അല്പം കുറവാണെങ്കിലും ശിമയോൻ ഗോത്രത്തെയും തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനാൽ ആരെയും നാം വില കുറച്ചു കാണാതെ മറ്റുള്ളവരിലെ നന്മയെ കാണാനും അവരെയും ചേർത്ത് നിർത്തുവാനും നമുക്ക് സാധിക്കണം. ഇവിടെ ദൈവഹിതം ആരായുന്ന ജനതയ്ക്ക് മുന്നിലേക്കുള്ള ശരിയായ ദിശ ദൈവം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ലഭിച്ച വിജയത്തിൽ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. അങ്ങനെ യഹൂദ ശിമയോൻ സംഘം കനാന്യരെയും പെരിസ്യരെയും തോൽപ്പിക്കുന്നു. എന്നാൽ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു, യഹോവ കനാന്യരെയും പെരിസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ യഹോവയായ ദൈവമാണ് തങ്ങൾക്ക് പൂർണ്ണ വിജയം തന്നത് എന്ന് ഉറച്ച് വിശ്വസിച്ച ഇസ്രായേല്യർ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ നാമും നമ്മുടെ ഓരോ വിജയത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിലെ സകല നന്മകൾക്കും കാരണഭൂതൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ ജനതയെ പോലെ ദൈവഹിതം ആരാഞ്ഞറിയുവാനും ആ ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ ഹിതം ആരാഞ്ഞറിയുവാനും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾക്ക് മഹത്വം കരയറ്റുവാനും ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ. ആമേൻ.